ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്കിന്നൊരു മീൻ കറി വെച്ചാലോ? മീൻ വറുത്ത് പാലുകറി വെക്കാവേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാവേ. അതിനായിട്ട് ഞാൻ പിലോപ്പി മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് മീൻ നന്നായി പുരട്ടി മാറ്റി വയ്ക്കുക. കുറച്ച് നേരം വെച്ചാൽ മതിയേ. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ നമുക്ക് വറുത്തെടുക്കാവേ. 2 സൈഡും മറിച്ച് തിരിച്ചുമിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, തക്കാളി. ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാവേ. അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ശ്രദ്ധിക്കണേ, ആദ്യം നമ്മൾ മീൻ വറുക്കാൻ പുരട്ടി വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മീനിൽ കറിക്കകത്തേക്ക് ഉപ്പിടാനായിട്ട്. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാവേ. അത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാവേ. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം, പച്ചവെള്ളമാണേ, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അരപ്പൊന്ന് കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ, ഒറ്റ പാൽ എടുത്തിട്ടുള്ളേ. തലപ്പാൽ ഇടപ്പാൽ അങ്ങനെ വേറെയില്ല, ഒരു പാൽ എടുത്തിട്ടുള്ളൂ. ആ പാലിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച മീനുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കണവേ. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നല്ല വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണവേ. അതിനുശേഷം അതൊന്ന് തിളച്ച് കറി ഒന്ന് കുറുകി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമേ. നല്ല കുത്തരി ചോറും കൂട്ടി കഴിക്കാവേ. താങ്ക് യു.